ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസം നമ്മുടെ ധ്യാനത്തിനായി നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്തി തിരുനാളിലേക്ക് നമ്മെ ആകർഷിച്ചടുപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു സുവിശേഷ ഭാഗം. യേശു പറയുകയാണ്, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ പക്കലേക്ക് പോവുകയാണ്. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമാണ്. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരുകയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. യേശു പിതാവിന്റെ പക്കലേക്ക് പോയി സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പക്കലേക്ക് അയക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ പരിശുദ്ധാത്മാവ് വന്ന് എന്തൊക്കെയാണ് പ്രവർത്തിക്കുക? 8 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. 12-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയിലേക്ക് ഈ സത്യാത്മാവ് നമ്മെ നയിക്കും. ഈ വചനഭാഗത്ത് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പുത്രനെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നത് നമ്മിലൂടെയാണ്. 6-ാമതായി ഇവിടെ പറയുന്ന കാര്യം, ദുഃഖം സന്തോഷമാക്കി മാറ്റും. 25 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ലോകത്തിന്റെ മേൽ വിജയം വരിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം 14-ാം അധ്യായത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. യേശു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കും. 10-ാമതായി നമ്മെ സമാശ്വസിപ്പിക്കും. ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹാ തമ്പുരാൻ നമുക്ക് ആശ്വാസം പകരും. പരിശുദ്ധ റൂഹായുടെ 10 പ്രവർത്തനങ്ങളാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഈ പ്രവർത്തനങ്ങളാണ് നമ്മിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉളവാക്കുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങളിലൂടെ ഈ പ്രവൃത്തികൾ നമ്മളിൽ നിറവേറും. നമ്മിലൂടെ ലോകത്തെ നവീകരിച്ച് ദൈവ ചൈതന്യത്താൽ നിറയ്ക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ഈ ദൈവാത്മ ചൈതന്യത്താൽ പൂരിതരാകാം. നവീകരണത്തിന്റെ ഒരു ജീവിത പാതയിലൂടെ നമുക്ക് മുന്നേറാം. സർവശക്തൻ അതിനായി നാം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.